ഇഷ്ടങ്ങൾ ഒരുപാടുണ്ട് ചേച്ചി. എനിക്കോ ഫുഡ് ഇഷ്ടമാണ്, ഞാൻ ഏറ്റവും പറഞ്ഞ പോലെ സിനിമ ഇഷ്ടമാണ്, എന്നെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. വായിക്കാൻ ഇഷ്ടമാണ്, സംസാരിക്കാൻ ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമാണ്, യാത്രകൾ ഇഷ്ടമാണ്. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഉത്തരം അതിൽ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കൗണ്ട് എണ്ണാന്ന് ഞാൻ പറഞ്ഞത്. ശരി, ബാക്കി എന്താണ്? സോറി, പറഞ്ഞു. എന്താണ് പെട്ടെന്ന് വരുന്നത്? എനിക്ക് പ്രണയത്തെ കുറിച്ച് അറിയണമെന്നുണ്ട്. പ്രണയം വാക്കുകൾ കൊണ്ട് തന്നെ എന്താ പറയാ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഇഷ്ടമല്ലേ പ്രണയം. പ്രണയം ഉണ്ടോ? പിന്നെ ഒരുപാടുണ്ട്. എൻ്റെ അമ്മയോട് പ്രണയമാണ്, പുസ്തകങ്ങളോട് പ്രണയമാണ്, സൗഹൃദങ്ങളോട് പ്രണയമാണ്. എന്താണ് പ്രണയം? എന്താണ് പ്രണയത്തിന്റെ ഡെഫിനേഷൻ? ചേച്ചി കൊടുക്കുന്ന, സുഭിചേച്ചി കൊടുക്കുന്ന ഡെഫിനേഷൻ എന്താണ്? എന്റെ പ്രണയം വലുതാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാകുന്ന ഇഷ്ടത്തെയാണ് പ്രണയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അമ്മയുടെ പേര് പറഞ്ഞത്. എങ്കിലും നമ്മൾ ഒരുപാടിടത്ത് അനുരാഗം എന്നാണ് ചോദിച്ചത്. അനുരാഗം അതാണ് ഉദ്ദേശിച്ചത്. അതെ അതെ, അതാ ഉദ്ദേശിച്ചത്. ഉണ്ടാവുന്നു ഉറപ്പായിട്ടും. നമ്മുടെ പ്രേമം സിനിമയില്, സോറി പ്രേമം മോഹൻലാലിന്റെ സിനിമ ഉണ്ടല്ലോ, യെസ്, പ്രണയം സിനിമയില് മോഹൻലാൽ പറയുന്ന ഒരു വാചകമുണ്ട്, 60-കാരനെ 16-കാരനാക്കുന്ന അനുരാഗം. ഇപ്പൊ നമുക്ക് ആ പാട്ടിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. ഓക്കെ. അനുരാഗിനി ഇതായൻ കരവ് നിരഞ്ഞ പൂക്കൾ. ഒന്നുകൂടെ പാടുമോ? അനുരാഗിനി ഇതായൻ കരവ് വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇനി നിന്റെ ജീവനിൽ അനയോ അനയോ അഭിലാഷ പൂർണിമേ. അടിപൊളി. കണ്ണു പറഞ്ഞ എന്താ? പ്രണയത്തിന്റെ ഫീല് കിട്ടിയതുകൊണ്ടായിരിക്കും, അനുരാഗത്തിന്റെ ഫീല് കിട്ടിയതുകൊണ്ടായിരിക്കാം മേ ബി. അല്ലെ, ഒരുപാടടുത്ത് സഞ്ചരിക്കുന്ന ആളല്ലേ. അപ്പം ഞാൻ അതിൽ നിന്ന് എടുക്കാൻ നോക്കിയത് അതാണ്, ഏതെങ്കിലും പെൺകുട്ടിയിൽ കണ്ണുടക്കുകയും പ്രണയം പറയുകയും കൈമാറുകയും. ശരിക്കും പേര് പറയുന്നുണ്ടോ? വേണമെങ്കിൽ റിവീൽ ചെയ്യാം. 37 വയസ്സായില്ലേ, ഇപ്പൊ പറയാറായി. കൂട്ടുകാരൊക്കെ ഇങ്ങനെ സൈഡിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. സീരിയസ്ലി? അത് നമുക്ക് ഇവിടെ വെച്ച് അനൗൺസ് ചെയ്തൂടെ? വേറൊരു അവസരത്തിൽ. അത് എക്സ്ക്ലൂസീവ് ഞങ്ങൾക്കാണേ. ഓക്കെ, അത് മതി. വിളിച്ചു പറയാമോ? ഇപ്പൊ ഞാൻ ഇവിടെ ഒന്ന് ലൈവ് ചെയ്യാന്നോ? ശരി, ആയിക്കോട്ടെ. ഇതൊക്കെ സത്യത്തോടെ എന്നെ കളിയാക്കുന്നതാണോ? അതെനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, പ്രണയം മാത്രമല്ലാതെ വേറെയും ഇഷ്ടമുള്ള കുറേ വിഷയങ്ങൾ എന്നോട് സംസാരിച്ചു. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് സംസാരിക്കാം. പക്ഷെങ്കിലും ഇടയ്ക്ക് ഞാൻ വായിച്ചതിലാണോ കണ്ടതിലാണോ എന്ന് എനിക്കറിയില്ല, പൂമ്പാറ്റയെക്കുറിച്ച് ഞാൻ കേട്ടു. കൃഷ്ണകുമാർ പൂമ്പാറ്റ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ദേവിയെക്കുറിച്ചൊന്ന് പറയാം. ജൂൺ 16 ഞങ്ങളുടെ ചിത്രശലഭം ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ പോയിട്ട് 12 വർഷമാണ്. ഷിപ്പിലും ഇവിടെ ഉണ്ട്. ഈ തൊട്ടടുത്ത് എന്നത് അനുഭവിക്കും. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ, ഒരു പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകങ്ങളുടെ ഓരോ അക്ഷരങ്ങളിൽ പോലും എനിക്ക് ചിത്രശലഭത്തെ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലെ രാത്രി എൻ്റെ ഒരു സുഹൃത്ത് ഒരു പുസ്തകം വായിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ കർണൻ, ശിവാജി സാവന്തിൻ്റെ കർണൻ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴും ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഈ ബുക്ക് വായിക്കുന്നത് എനിക്ക് ദൈവിക അനുജത്തി പ്രിഫർ ചെയ്ത സമയത്താണ്. ഞാൻ ഓരോ ഇടത്തും ദൈവിക നിറഞ്ഞിട്ടുണ്ട്. ഇന്നും എൻ്റെ അമ്മ രാത്രിയിൽ കിടക്കുന്നതിന് മുൻപ് ഓരോ ദിവസത്തെ വിശേഷങ്ങളും മോളോടും അച്ഛനോടും പങ്കുവച്ച ശേഷമാണ് ഉറങ്ങുന്നത്. ചില സമയത്ത് എന്നാലും ഇങ്ങ് ഇടറിപ്പോവാറുണ്ട് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ.
സോറി, അങ്ങനെ ഇമോഷണൽ ആവുന്ന ഒരാളാണ്. പക്ഷേ